ഹലോ. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ചായ കുടിക്കുമ്പോൾ ഒരു ചായക്കടി ഉണ്ടാക്കിയാലോ. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്നാക്സ് ഉണ്ടാക്കുമോ എന്ന്. അപ്പോൾ സ്വീറ്റ് ആയാൽ അത്രയും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈസി ആയിരിക്കണം, എന്നാൽ ടേസ്റ്റും ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സ്നാക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഒരു ചായ തിളക്കുന്ന സമയം മതി നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ, പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഉണ്ടാക്കിയാലോ. നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം ഞാൻ ഇതവിടെ ഫോർക്ക് വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളുടെ ചായ തിളക്കുന്ന സമയം മാത്രം മതി. അപ്പം നന്നായിട്ട് ഉടച്ചെടുത്ത നേന്ത്രപ്പഴത്തിലേക്ക് നമുക്ക് ചെറിയ തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ ചെറിയത് നന്നായിട്ട് ഇട്ടോളൂ. എൻ്റെ കയ്യിൽ കുറച്ചേ ഇരിപ്പുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ ഇനി വേണ്ടത് ബ്രെഡ് നമുക്ക് ഇങ്ങനെ പിച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ബ്രെഡാണ് ഇതിലേക്ക് പിച്ചിയിട്ടത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഓർ 1/4 ടീസ്പൂൺ നമ്മളുടെ ഏലക്ക പൊടിച്ചതാണ് ഞാൻ ഇട്ടത്. അതിനുശേഷം ഒരു 3 സ്പൂൺ ഞാൻ പഞ്ചസാര ഇടുന്നുണ്ട്. നിങ്ങൾക്ക് മധുരത്തിന്, അതായത് പഴത്തിൻ്റെ മധുരം അനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടാം കുറക്കാം, അല്ലെങ്കിൽ പഞ്ചസാര ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു ഉടഞ്ഞ് വരണം നന്നായിട്ട്. ഇനി ആഡ് ചെയ്യേണ്ടത് അരിപ്പൊടിയാണ്. ഞാൻ 2 സ്പൂണാണ് അരിപ്പൊടി ആഡ് ചെയ്തത്. എന്നിട്ട് ഇങ്ങനെ കുഴഞ്ഞ് കിട്ടുന്ന പരുവത്തിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. അപ്പോൾ അതിന് ഉരുണ്ട ഷേപ്പോ അങ്ങനെയൊന്നും ആവശ്യമില്ല. ഏത് ഷേപ്പാണെങ്കിലും കുഴപ്പമില്ല. ഞാനിങ്ങനെ ഇവിടെ ഉരുട്ടിയിട്ടല്ല ഇടുന്നത്, ഇങ്ങനെ വെറുതെ ഒന്നിങ്ങനെ പിച്ചി അങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ ചെറുതായിട്ട് ഇട്ടാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം കുട്ടികൾക്ക് ഹെൽത്തിയാണ്. കുറച്ച് എണ്ണയുണ്ട് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇതിലെല്ലാം ഹെൽത്തി സാധനങ്ങളാണ്. ബനാന നമുക്കറിയാം. അപ്പം നമ്മളുടെ പഴംപൊരിയൊക്കെ ചില കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല, വലിയതൊക്കെ ആയതുകൊണ്ട്. ഇത് വേറെ ഷേപ്പ് ആകുമ്പോൾ കുട്ടികൾ നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഏലക്കേൻ്റെ സ്മെല്ലും ഒക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. പുറമേ കുറച്ച് ക്രിസ്പി ആണെങ്കിലും ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി സ്നാക്കാണ്. ഒരു ചായ തിളക്കുന്ന സമയം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നല്ല സോഫ്റ്റാണ് സാധനം. പുറത്ത് ഇങ്ങനെ കുറച്ച് ക്രിസ്പി ആയിട്ട് കടിക്കാനുണ്ടാവും. അപ്പോൾ അങ്ങനെ സുടാന്നിങ്ങനെ ചുട്ടെടുക്കാം നമുക്ക്. ചായ ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ.